പ്രിയപ്പെട്ട കൂട്ടുകാരെ, PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഷുവർ ഷോട്ട് ചോദ്യങ്ങളിൽ ഇന്ന് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചാലോ. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1905. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വർഷം 1905 ആഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് 1905 ആഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം വന്ദേ മാതരം മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് വന്ദേ മാതരം മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളാണ് വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദി സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരെല്ലാം? ഉത്തരം അരവിന്ദ ഘോഷ്, PC റോയ്, രബീന്ദ്രനാഥ് ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ബംഗാളിലെ പ്രമുഖരായ നേതാക്കളാണ് അരവിന്ദ ഘോഷ്, PC റോയ്, രബീന്ദ്രനാഥ് ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച 2 സംഘടനകൾ ഏതെല്ലാം? ഉത്തരം സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച 2 സംഘടനകളാണ് സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപം ഏതാണ്? ഉത്തരം ജാത്ര. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് ജാത്ര. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഉത്തരം കൃഷ്ണകുമാർ മിത്ര. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കൃഷ്ണകുമാർ മിത്ര. കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയം പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം സഞ്ജീവനി. കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയം പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണമാണ് സഞ്ജീവനി. സഞ്ജീവനി പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം കൃഷ്ണകുമാർ മിത്ര. സഞ്ജീവനി പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ കൃഷ്ണകുമാർ മിത്രയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്? VO ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ള. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത്? പ്രഫുല്ല ചന്ദ്ര റായ്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റായ്. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശീവൽക്കരിക്കുന്നതിനായി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശീവൽക്കരിക്കുന്നതിനായി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. സ്വദേശി സമരകാലത്ത് ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സമരകാലത്ത് ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആകുന്നു. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം അശ്വനി കുമാർ ദത്ത. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനി കുമാർ ദത്തയാകുന്നു. സ്വദേശി വസ്ത്ര പ്രചാരിണി സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. സ്വദേശി വസ്ത്ര പ്രചാരിണി സഭയുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലക്. സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം CR ദാസ്.
സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ CR ദാസ് ആകുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ശ്യാം ജി കൃഷ്ണവർമ്മ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാം ജി കൃഷ്ണവർമ്മയാകുന്നു. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ആഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ആഗസ്റ്റ് 7. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തരം തൂത്തുക്കുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി ആകുന്നു. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് VO ചിദംബരം പിള്ള. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് VO ചിദംബരം പിള്ളയാകുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാകുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റു പ്രധാന നേതാക്കൾ ആരെല്ലാം? പഞ്ചാബിൽ ലാലാ ലജ്പത് റായ്, ഡൽഹിയിൽ സയ്യദ് ഹൈദർ റാസ, മദ്രാസിൽ VO ചിദംബരം പിള്ള, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധർ തിലക്, ആന്ധ്രയിൽ ഹരിസർ വട്ടം റാവു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റു പ്രധാന നേതാക്കൾ പഞ്ചാബിൽ ലാലാ ലജ്പത് റായ്, ഡൽഹിയിൽ സയ്യദ് ഹൈസർ റാസ, മദ്രാസിൽ VO ചിദംബരം പിള്ള, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധർ തിലക്, ആന്ധ്രയിൽ ഹരിസർ വട്ടം റാവു.